الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتد، ومن يضلل فلن تجد له وليا مرشدا. ونشهد أن لا إله إلا الله وحده نصر عبده وأعز جنده وهزم الأحزاب وحده. ونشهد أن سيدنا محمد رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وخير الأمور عوازمها، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما، فلا تتبعوا الهوى أن تعدلوا، فإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا. صدق الله العلي العظيم. إن أريد الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت إليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇത്രയും സ്നേഹാദരം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ ഏറ്റവും പ്രിയപ്പെട്ട അബ്ദുകളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിജ്റയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ സവിശേഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിന്റെ വേദനാജനകമായ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം നിറഞ്ഞ ആ ഘട്ടത്തിൽ നടത്തിയ മനോഹരമായ, അതിനേക്കാൾ ഉപരി ഹൃദയസ്പൃക്കായ പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കി. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ജീവിതത്തിൽ ഒരു മനുഷ്യനെ പോലും ഉപദ്രവിച്ചിട്ടില്ലാത്ത, നോവിച്ചിട്ടില്ലാത്ത, പ്രയാസപ്പെടുത്തിയിട്ടില്ലാത്ത ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. എന്തിനായിരുന്നു ഇതൊക്കെ?
പക്ഷേ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയങ്കര കംഫേർട്ട് സോണിലാണ് ജീവിക്കുന്നത്. ചരിത്ര പ്രവാചകന്മാരൊക്കെ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ വ്യത്യസ്ത മദ്ഹബുകളെ കുറിച്ച് നമുക്കറിയാം. മദ്ഹബ് ഇമാമുമാരെ കുറിച്ച് പഠിച്ചു നോക്കാം. ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക് റഹ്മഹുല്ലാഹ്, ഇങ്ങനെയുള്ള പ്രമുഖരായ മദ്ഹബ് ഇമാമുമാർ പോലും ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങളും പീഡനങ്ങളും തരണം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ചരിത്രം പഠിക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ പരീക്ഷണ ഘട്ടങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? പടച്ചോനെ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, എന്തിനേയും നേരിടാൻ ഞാൻ തയ്യാറാണ്. എന്തിനേയും നേരിടാൻ ഒറ്റ ക്വസ്റ്റ്യൻ എനിക്കുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ആവശ്യം എനിക്കുള്ളൂ. സൂറത്തുൽ ഇസ്രായിൽ ആ ഘട്ടത്തിൽ നടത്തിയ പ്രാർത്ഥനയിൽ പറയുന്നത് എന്താ? റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ. എവിടുന്ന് പുറപ്പെടുകയാണെങ്കിലും അത് സത്യത്തിന്റെ വഴിയിലായാൽ മതി. എവിടെ ചെന്ന് കയറാണെങ്കിലും അത് സത്യത്തിന്റെ വഴിയിലായാൽ മതി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. നിന്റെ അടുക്കൽ നിന്ന് ഒരു സുൽത്താൻ, ഒരു ശക്തി ആവശ്യപ്പെടുകയാണ്. നസീറ, ഒരു സഹായി ആവശ്യപ്പെടുകയാണ്. സുൽത്താൻ എന്ന വാക്ക് നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്ക് ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവർ ഇത്രമാത്രം എതിർപ്പുകൾ നേരിടേണ്ടി വന്നത്. ഇതൊന്നാമത്തെ. നമുക്ക് എന്തുകൊണ്ട് അത്തരം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നില്ല? അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഈമാന്റെ മാധുര്യം അങ്ങനെ അവർ ആസ്വദിച്ചതുപോലെ ആസ്വദിക്കാൻ കഴിയുന്നില്ല? ഇവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന എന്താണ്? മദീനയിലേക്ക് പോകുമ്പോൾ അള്ളാഹു നിന്റെ അടുക്കൽ നിന്ന് സുൽത്താനും നസീറും വേണം. നിന്റെ അടുക്കൽ നിന്ന് സുൽത്താനും നസീറും വേണം. ഇതിനെക്കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നത് ഈ ദുആയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടാൻ പറയുന്നത്, ഒന്നുകിൽ എനിക്ക് അധികാരം തരണം, അല്ലെങ്കിൽ ഒരു അധികാര ശക്തിയെ കൊണ്ട് എന്നെ നീ സഹായിക്കണം. ഇതാണ് ഇമാം ഹസൻ ബസരി, ഖതാദ തുടങ്ങിയ പ്രമുഖരായ താബിഈ പണ്ഡിതന്മാർ ഇതിന് നൽകുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇബ്നു ജരീർ, ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പോലെയുള്ള പ്രമുഖരായ മുഫസ്സിറുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ബലപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഉദ്ദേശിച്ച വലിയൊരു ലക്ഷ്യമുണ്ട്. അത് നമുക്ക് വിഷൻ എന്ന് വിളിക്കാം. സനഅ മുതൽ ഹളറമൗത്ത് വരെ ആളുകൾ നിർഭയമായി സഞ്ചരിക്കുന്ന ഒരു നാട്. ഇതിനുവേണ്ടി പണിയെടുക്കാൻ പ്രാപ്തരായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ അയച്ചെന്ന ബോധ്യം ഇന്ന് സമൂഹത്തിന് ഇല്ലാതായി പോയിരിക്കുന്നു. ഇതാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം. അതാണ് എന്തിനു പ്രവാചകന്മാരെ അയച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ പ്രവാചകന്മാരുടെ ദൗത്യം ഏറ്റെടുക്കേണ്ട സമുദായം അത് മറന്നുകൊണ്ട് സ്വന്തം കംഫേർട്ട് സോണിൽ ജീവിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ കംഫേർട്ട് സോണിൽ ജീവിക്കാൻ ഏറ്റവും സൗകര്യപ്രദമായ ഒരു സാമൂഹിക അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് വലിയൊരു പഠനങ്ങളുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കലായിരുന്നു ലക്ഷ്യമെങ്കിൽ കുറെ ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പുതുപൊരിക്കലെന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അധികാരം തരാം, ഞങ്ങളുടെ നേതാവാക്കാം, നിങ്ങൾക്ക് സമ്പത്ത് ഒരുമിച്ച് കൂട്ടിത്തരാം, പെണ്ണിനെ വേണേൽ പെണ്ണിനെ തരാം, ഇതിൽ നിന്ന് മാറി നിന്നാൽ മതി. അതിനെക്കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നത്, വേണമെങ്കിൽ ഓഫർ സ്വീകരിച്ച് അറബ് ദേശീയത, അവർക്ക് ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒന്നായിരുന്നു അറബികളെ കുറിച്ചുള്ള ഈ ഒരു ബോധ്യം എന്ന് പറയുന്നത്. അറബ് ദേശീയ വികാരങ്ങൾ ഉണർത്തി അവർ ഒരുമിച്ച് കൂട്ടിയിട്ട് വേണമെങ്കിൽ അവര് ദീനിലേക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുവരാമായിരുന്നു. അങ്ങനെ ലോക ചരിത്രത്തിൽ പലരും ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല അന്ന് നിലവിലുള്ള റോമും പേർഷ്യയും നമ്മൾ പഠിപ്പിക്കുന്ന പാഠം എന്താ? ഇന്ന് ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് ഒരു മതം സ്വീകരിച്ചാൽ ഒരു മതത്തിന്റെ വക്താവായ ആളുകളൊന്നും കൂടെ പോവില്ല. കാരണം അങ്ങനെ ഇന്ന് രാജ്യങ്ങൾക്ക് പ്രസക്തിയുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് ഭരണാധികാരികളുടെ മതം എന്താണോ അതിനനുസരിച്ച് ആളുകൾ മാറുന്ന ഒരു സാഹചര്യമാണത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഒരു കാലത്ത് റോമില് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ട വലിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ റോമിലെ രാജാവ് ക്രിസ്ത്യാനിയായി മാറിയപ്പോൾ പിന്നീട് അവിടെ ക്രിസ്തു മതത്തിന് അധികാരം വരുന്നതായിട്ട്, ക്രിസ്തു മതത്തിന് കൂടുതൽ വ്യാപനം വരും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനൊക്കെ ഓപ്ഷൻ ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്ത എന്താണ്? തന്റെ നിയോഗ ദൗത്യം അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ലക്ഷ്യം മാത്രമല്ല, മാർഗവും പ്രധാനമെന്ന് പഠിപ്പിക്കുകയായിരുന്നു. ആ നിയോഗ ദൗത്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു പറയുന്നുണ്ട്, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ഖുർആനാണ് സംസാരിക്കുന്നത്. സൂറത്തുൽ ഹദീദിലെ അവസാനത്തെ പേജിലെ 1-ാമത്തെ ആയത്ത് നോക്കിയാൽ മതി. എന്താ പറയുന്നത്? നാം പ്രവാചകന്മാരയച്ചു. വഅൻസൽനാ മഅഹുൽ കിതാബ്, അവർക്ക് വേദഗ്രന്ഥവും അയച്ചു. വൽ മീസാൻ ലിയഖൂമൻ നാസു ബിൽ ഖിസ്. എന്തിനാ അയച്ചത്? ലിയഖൂമൻ നാസ്, ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ. എന്തിനു വേണ്ടിയിട്ട്? നീതിക്ക് വേണ്ടിയിട്ട്. ആര്? നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനാണ് അള്ളാഹു വേദഗ്രന്ഥത്തെ അയച്ചതും പ്രവാചകന്മാരയച്ചതും. അത് നിർവഹിച്ചൊരു സമൂഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ള ആളുകളും. അവരെന്താ ചെയ്ത്? സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദിച്ചു, നീതിക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ടു. അല്ലെങ്കിൽ എന്തിനാണ് ആ സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെടുത്തുന്നത്? എന്തിനാണ് ആ സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തെയും നിഷ്കാസനം ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ട ചോദിച്ചു കഴിഞ്ഞാൽ ഈ അർത്ഥത്തില് സമൂഹത്തിൽ നീതിക്ക് വേണ്ടി എഴുന്നേറ്റുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും നീതിക്ക് വേണ്ടി സംസാരിച്ച ആളുകൾ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇല്ലാത്ത ആളുകളോ അവരവരുടെ കംഫേർട്ട് സോണിൽ ജീവിച്ച് അവർ മരിച്ചു പോയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്ളൽ ജിഹാദ് കലിമത്തു ആദിലിൻ ഇൻദ സുൽത്താനിൻ ജാഹിർ. ഏറ്റവും വലിയ ജിഹാദ് എന്താണ്? നീതിക്ക് വേണ്ടി സംസാരിക്കലാണ്. അക്രമിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി നീതിക്ക് വേണ്ടി സംസാരിക്കാൻ ഏറ്റവും വലിയ ജിഹാദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ ചോദിക്കും, ഇങ്ങനെയുള്ള അനീതികൾ നമ്മുടെ സമൂഹത്തിലുണ്ടോ? എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. അതില് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന നമ്മുടെ രാജ്യത്തുള്ള അനീതിയെ മാത്രം സൂചിപ്പിക്കാം. ഇപ്പോ ഇന്ത്യയിലെ ജയിലുകളിൽ പല കോടതി വിധികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും വലിയൊരു കോടതി വിധി വന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവമായിട്ട് 10-30ഓളം ആളുകളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന വലിയൊരു കോടതി വിധി പുറത്തു വന്നു. അപ്പൊ ഇത്തരം വിധികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നതാവും. അപ്പൊ നമ്മൾ വിചാരിക്കുക, നമ്മൾ ഇതിനെ കുറിച്ച് എന്തിനാ ആലോചിക്കുന്നത്, നമ്മൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ആലോചിക്കാനും ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രവാചകന്മാരുടെ പിന്മുറക്കാരാണ്. പ്രവാചകന്മാരുടെ പിന്മുറക്കാരാണ്. ഇന്ത്യയിലെ ഇന്ന് തടവുകാരായി കിടക്കുന്ന 70% ആളുകൾ വിചാരണ തടവുകാരെന്ന് പറയുന്നത്. വിചാരണ തടവുകാർ എന്ന് പറഞ്ഞാൽ അവർക്ക് നീതി യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടത് എപ്പോഴാണ്? വിചാരണ കഴിയുമ്പോഴാണ്. എന്നാൽ ദീർഘകാലം 10, 20, 30 വർഷത്തോളം അവര് ഇത്തരം അനീതിക്ക് ഇരയായി കഴിഞ്ഞുകൂടാണ്. അത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിലും അതുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ അടുത്ത നാടായ പരപ്പനങ്ങാടിയുള്ള ഒരു യുവാവ് 17-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ഉപ്പ നേരത്തെ മരിച്ചിരുന്നു. ഉമ്മ പോറ്റി വളർത്തിയ ആ മക്കളിലെ കുടുംബം പോറ്റേണ്ട ആ മകൻ 17-ാം വയസ്സിൽ ഒരു മൊബൈൽ ഷോപ്പിൽ നമ്മുടെ തൊട്ടടുത്ത നാടായ തിരൂരിൽ ജോലി ചെയ്യുമ്പോൾ പിടിച്ചുകൊണ്ടുപോയി. ഇന്ന് 17 വർഷത്തോളമായി അദ്ദേഹം ജയിലിൽ കിടക്കാണ്. 17 വർഷത്തോളമായിട്ട്. യഥാർത്ഥത്തിൽ ചിലപ്പോ ആ കേസിൽ തടവ് ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യൂല, ഇത്ര കാലം അവർ ജയിലിൽ കിടന്നതുപോലെ ലഭിക്കൂല. പക്ഷെ ഒരു തെളിവുമില്ലാതെ, ഒരു ന്യായവുമില്ലാതെ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് യുവാക്കൾ തടവ് ജീവൻ നയിക്കുകയാണ്. അപ്പൊ നമുക്ക് സാധാരണ അറിയാം, നമുക്ക് ചിലപ്പോ ഖുതുബ 2 മിനിറ്റ് നീണ്ടുപോയാൽ, അല്ലെങ്കിൽ വേണ്ട ചിലപ്പോൾ നമസ്കാരം കുറച്ചൊന്ന് ദീർഘിച്ചു പോയാൽ നമ്മൾ ചിലപ്പോ ചില ആളുകൾക്ക് അസ്വസ്ഥരാകും, ചില ആളുകൾ മാത്രം. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര തിരക്കിലാണ് അല്ലെ ജീവിതത്തിൽ. നാളെ ഇന്നൊരു പരിപാടിക്ക് ആളുകൾ വിളിച്ചാൽ നമ്മൾ ഭയങ്കര ബിസിയാണ്. നമ്മുടെ ഷെഡ്യൂൾഡ് ഒക്കെ എന്നാണ്, നമ്മൾ കൃത്യമായി ഷെഡ്യൂൾഡ് ആണ്. വളരെ നല്ല കാര്യമാണത്. പക്ഷെ എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള കുറേ മനുഷ്യന്മാര് ദീർഘകാലം ജയിലറകളിൽ കിടക്കുന്നു, വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അവരുടെ മക്കള്, അവരുടെ കുടുംബമൊക്കെ ഇത്തരം യാതനകളിലൂടെ കടന്നു പോകുന്നു. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനില് ഇത്തരം ആളുകളുടെ രോദനത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൻ നിസായിൽ 75-ാമത്തെ ആയത്ത്. ഇതാണ് ശരിക്ക് മൂസ അലൈഹിസ്സലാമിന്റെ വിമോചന ചരിത്രത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലും നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പാഠം.
എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൻ നിസാൽ 75-ാമത്തെ ആയത്തിൽ പറയുന്നത്? നമ്മോട് ചോദിക്കാട്ടോ, നമ്മോട് വളരെ പേഴ്സണൽ അള്ളാഹു സംസാരിക്കുകയാണ്. ഖുർആൻ അങ്ങനെയാണല്ലോ. വമാലക്കും, അല്ല നിങ്ങൾക്ക് എന്താ പറ്റിയത്? ലാ തുഖാതിലുന ഫീ സബീലില്ലാ, നിങ്ങൾ എന്താ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാത്തത്? നിങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാത്തത്? വൽ മുസ്തലഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ, ഈ നാട്ടിലെ പുരുഷന്മാരായ ആളുകൾ, അവർ പ്രത്യേകം എടുത്തു പറയാട്ടോ. വൻ നിസാ, സ്ത്രീകളായ ആളുകൾ, വൽ വിൽദാൻ, കുട്ടികൾ, യഖൂലൂൻ, അവർ പറയാണ് അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബന, ഞങ്ങളുടെ നാഥ. ആരോട് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട്. അവിടെ മതവും ജാതിയും ഇല്ല. കാരണം എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. എല്ലാവരുടെയും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് അള്ളാഹു ആണ്. അപ്പോൾ അവര് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ, പടച്ചവനെ അക്രമികൾ വായുന്ന നാട്ടിൽ ഞങ്ങളെ രക്ഷിക്കണം. വജഅൽ ലനാ മിൻ ലദുൻക വലിയ വജഅൽ ലനാ മിൻ ലദുൻക നസീറ, നിന്റെ അടുക്കൽ നിന്ന് രക്ഷകനെയും സഹായം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് അയച്ചു തരണം. ഇത് പ്രാർത്ഥിക്കാണ്. അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം എന്താണോ? അള്ളാഹു ഡയറക്റ്റ് വന്ന ആളുകൾ ഹെൽപ്പ് ചെയ്യുമെന്നല്ല പറഞ്ഞത്, മറിച്ച് വമാലക്കും, നിങ്ങൾക്ക് എന്താ പറ്റിയത്? കാരണം എന്താ? നിങ്ങൾ പറയുന്നത് ഞാൻ മുസ്ലിമീങ്ങളാണ് അല്ലെ? നമ്മള് വജ്ജഹത്തു വജ്ഹി എന്ന് പറഞ്ഞ പ്രാരംഭ പ്രാർത്ഥന നടത്തും. നമ്മൾ പറയുന്ന ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യാ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ എല്ലാം പടച്ചവനെ നിനക്കാ എന്ന് പറയുന്നത് എന്താ? ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടതാണ് അല്ലെ? ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടതാണ്. പക്ഷെ മുസ്ലിമീങ്ങൾ പെടണമെന്ന് വെച്ചാൽ അത് വാക്കുകൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ട് തെളിയണം. അതിന് മാതൃകാരാണ് പ്രവാചകന്മാരും സ്വഹാബയെ കിറാമുമാണ്. അവരെ പോലെ അള്ളാഹുവിനെ സമർപ്പിക്കാൻ നമുക്കെന്തില്ല? നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ നമ്മൾ അതിന് തയ്യാറാവുന്നില്ല. നമ്മൾ കംഫേർട്ട് സോണിൽ ജീവിക്കുകയാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെട്ടാൽ, ഇൻഫിറൂ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പോടപ്പുറം നിങ്ങളോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ, ഇസ്തഖൽതും ഇലൽ അർദ്, നിങ്ങൾ എന്താ ഭൂമിയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുക. എന്റെ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അറദീതും ബിൽ ഹയാത്തിദ് ദുനിയ മിനൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിനേക്കാൾ ദുനിയാവിനെയാണോ ആഗ്രഹിക്കുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണോ? നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ദുനിയാവ് വളരെ കുറെ കാലം ഉണ്ടെന്നുള്ളത്. പക്ഷെ ചുറ്റുമുള്ള മനുഷ്യരിലേക്കൊന്നും കണ്ടുപിടിച്ചാൽ മതി. അല്ല, ഞാൻ കഴിഞ്ഞ ഹുത്തുബയിൽ സൂചിപ്പിച്ചിരുന്നു, ഒരു സഹോദരൻ 21 വയസ്സ് മാത്രമുള്ള നമ്മൾ തൊട്ടടുത്തുള്ള ഒരു സഹോദരൻ പഠനമൊക്കെ കഴിഞ്ഞു, പെട്ടെന്ന് വൈകിട്ട് സോഫയിൽ കിടന്നതാണ്, മരിച്ചു പോവാണ് അല്ലെ? അള്ളാഹു കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അതേപോലെ തന്നെ പല ആളുകളുടെ അനുഭവങ്ങളുണ്ട്. പല അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടുന്നു, പടച്ചവനിലേക്ക് യാത്രയാവുന്നു. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ എന്തായാലും മരിക്കും, അത് ഏതെങ്കിലും രൂപത്തിലാകും. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം ത്യജിക്കാൻ, അല്ലെങ്കിൽ ഈ ലോകത്ത് നല്ലൊരു ലെഗസി ബാക്കി വെച്ച് മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെ സ്വീകരിക്കുകയും ഈ നാടിന്റെ, ഈ സമൂഹത്തിന്റെ മാറ്റം പ്രവാചകന്മാർ നിർവഹിച്ചതുപോലെ അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫ്സിറുകൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചെന്താണ്? വജഅൽനാ മിൻ ലദുൻക വലിയ വജഅൽനാ മിൻ ലദുൻക സുൽത്താനൻ നസീറ എന്ന പ്രാർത്ഥന സൂറത്തുൽ ഇസ്രായിൽ വന്ന, സൂറത്തുൽ നിസായിലല്ല. എന്താ പറയുന്നത്? സുൽത്താനൻ നസീറ. എന്താണ് സുൽത്താൻ എന്ന് പറഞ്ഞാൽ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലയസഉ ബിസ്സുൽത്താൻ മാ ലയസഉ ബിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഖുർആൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ അധികാരം കൊണ്ട് പ്രിവെന്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നല്ലാഹ ലയസഉ ബിസ്സുൽത്താൻ മാ ലയസഉ ബിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ കേവലം ഖുർആൻ ഓതുക, കേവലം ഖുർആൻ പഠിക്കുക എന്നതിനേക്കാൾ ഉപരി ആക്ഷൻ എടുക്കണം. ആക്ഷൻ ഖുർആൻ പഠിപ്പിച്ചെന്നാണ് നീതിക്ക് സ്ഥാപിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, നമ്മളെ തഖ്വയെ കുറിച്ച് പറയുമല്ലോ. ചില ആൾ വിചാരിക്കുക എനിക്ക് ആഗ്രഹിക്കുന്നു പക്ഷെ തഖ്വയും കിട്ടുന്നില്ല. നിസ്കരിക്കാറുണ്ട്, റമളാനിൽ തറാവീഹ് നിസ്കരിക്കാറുണ്ട്, പലതും ചെയ്യാൻ ഈ തഖ്വ ഒരു ബോധ്യമായിട്ട് വരുന്നില്ല. നമുക്കെല്ലാം വലിയൊരു കൺസേൺ അത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തഖ്വയുടെ ഏറ്റവും അടുത്ത പടി എന്ന് പഠിപ്പിച്ചേതാ? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. നിങ്ങൾ നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം. ഇഅദിലു, ഈ നീതിക്ക് വേണ്ടിയുള്ള സംസാരം, എഴുന്നേറ്റ് നിൽക്കൽ, ഹിയ അഖറബു ലിത്തഖ്വ, തഖ്വയുടെ ഏറ്റവും അടുത്ത പടിയാണ്. അഖറബ് എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത പടിയാണ് അല്ലെ? കാരണം നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ അല്ലെ? ഇപ്പൊ തന്നെ നമുക്കറിയാം പല ആളുകളും അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്ത് ചെയ്യും? സെൻട്രൽ ഏജൻസികൾ പലതും വരും, അവരെന്താ ചെയ്യുക? കോംപ്രമൈസുകൾ ചെയ്യും.
അനീതിക്ക് കൂട്ടുനിൽക്കും, അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കും. അല്ലെ? നമ്മുടെ രാജ്യത്ത് അത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഹദീസിൽ പഠിപ്പിക്കുന്ന എന്താണ്? അധികാരം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതി, അത്തരം മനുഷ്യരുടെ നന്മക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായ സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയായി കൂടി തഫ്സീറിൽ പഠിപ്പിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ സഹോദരിമാരെ, നമ്മൾ വിശുദ്ധ ഖുർആൻ ഒന്നും ചെയ്യണ്ട, കണ്ണു തുറന്ന് നമ്മളൊന്ന് വായിച്ചാൽ മതി, അല്ലെങ്കിൽ അതിന്റെ പരിഭാഷകളിലൂടെ കടന്നുപോയാൽ മതി. നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രം കാണാം, മുൻഗാമി ആളുകളുടെ ചരിത്രം കാണാം. ആ ജീവിതം നമ്മൾ പഠിപ്പിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറം ഈ സമൂഹത്തിന്റെ, ഈ ലോകത്തിന്റെ നന്മ ലക്ഷ്യം വെച്ച് മുമ്പോട്ട് നീങ്ങിയ ആളുകളായിരുന്നു അവര്. അവരുടെ പിന്മുറക്കാരാകാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹിജയിൽ നിന്ന് ചില പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നീതിക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക ഈ ലോകം നമ്മളെ സപ്പോർട്ട് ചെയ്യോ? ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യും. ചില സമയം എടുക്കുമായിരിക്കും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യരുടെ ഒക്കെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ, ഞാൻ ഒന്നുകൂടി പറയാണ്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അത് അള്ളാഹു ഉണ്ടാക്കിയതാണ്. എല്ലാ മനുഷ്യരും പറക്കുന്നവരെയാണ്, ഫിത്രത്തിലാണ്, അല്ലെ? ശുദ്ധ പ്രകൃതിയിലാണ്. അവിടൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള എന്താണ്? നന്മയാണ്, നീതിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോ നമ്മുടെ കളിക്കളങ്ങളിൽ പോലും അനീതികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കളിക്കളങ്ങളിൽ പോലും അനീതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഭരണകൂട താല്പര്യങ്ങൾക്ക് വേണ്ടി നീതിയെ ബലികഴിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ജൂൺ 26 വന്ന ചില റിപ്പോർട്ടുകൾ, ന്യൂയോർക്കില് പുതിയ പൊളിറ്റിക്കൽ മാറ്റം, അല്ലെങ്കിൽ ഇസ്രായേൽ സയന്റിസ്റ്റുകൾക്ക് വിരുദ്ധമായ പൊളിറ്റിക്കൽ മാറ്റങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് വലിയ വിജയമുള്ളതായിട്ട് ന്യൂയോർക്ക് ടൈംസും അതേപോലെ തന്നെ ഗാർഡിയൻ ഒക്കെ റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തരം നീതിക്ക് വേണ്ടിയിട്ടുള്ള എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകൾക്ക് വലിയ സപ്പോർട്ടുകൾ ലോകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, എവിടെ പോലും, അമേരിക്കയിൽ പോലും. നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? നമ്മൾ ആരാണ് ഇത്തരം നീതിയുടെ വക്താക്കളായി, നീതിയുടെ ശബ്ദങ്ങളായി മാറുക? തീർച്ചയായിട്ടും അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അനീതിക്കെതിരെ നിലകൊള്ളുമ്പോൾ, അഫ്ദൽ ജിഹാദ്, ഏറ്റവും നല്ല ജിഹാദ് അക്രമികളായ ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കലാകുമ്പോൾ ആ ഈമാന്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഇത്തരം മനുഷ്യരെ കുറിച്ച് നമ്മൾ ഓർക്കണം. സവിശേഷമായി ഞാൻ സൂചിപ്പിച്ച ജയിലറുകൾ കിടക്കുന്ന എത്രയോ സഹോദരന്മാർ എനിക്ക് വളരെ നേരിട്ട് പരിചയമുണ്ട്. പലപ്പോഴും ഇത്തരം കേസുകളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വല്ലാത്ത പ്രയാസം നമ്മളത് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അനീതികൾക്കെതിരെ ശബ്ദിക്കാൻ, നീതിയുടെ വക്താക്കളായി മാറാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ചരിത്രം, അത് വളരെ കൃത്യമായി പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അവരുടെ പിന്മുറക്കാരായി ജീവിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈമാന്റെ മാധുര്യം, ഹലാവത്തുൽ ഈമാൻ ആസ്വദിക്കാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ജീവിത വഴിയിൽ ഏറ്റവും സത്യമായ പാതയിൽ നിലകൊള്ളാൻ, ഇസ്തിഖാമത്തോടെ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ഈ ലോകം നീതിക്ക് വേണ്ടി കാതോർക്കുന്നുണ്ട്, ഈ ലോകം നന്മക്ക് വേണ്ടി കാതോർക്കുന്നുണ്ട്. ആ നീതിയുടെ ചാലക ശക്തികളായി മാറാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ നാഥ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ എത്രയോ ഉണ്ട് ഇത്തരം അനീതികൾക്കിരയായിട്ട്. അല്ലാഹുവേ, ആ കുടുംബങ്ങൾക്ക് സമാശ്വാസം പകരണമെന്നാഥ. ജയിലറുകൾ കിടക്കുന്ന എത്രയോ സഹോദരന്മാർ, സവിശേഷമായിട്ട് സഹോദരന്മാർ, മുസ്ലിം യുവാക്കൾ, അല്ലാഹുവേ, അവർക്ക് നീതി പ്രദാനം ചെയ്യണമെന്നാഥ. അക്രമികളുടെ, അനീതിയുടെ വക്താക്കളുടെ കരങ്ങൾ നീ പിടിക്കണമെന്നാഥ. അല്ലാഹുവേ, പല ആളുകളും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സഹോദരൻ, 45 വയസ്സോളമുള്ള ഒരു സഹോദരൻ സ്ട്രോക്ക് വന്നിട്ട് ആശുപത്രിയിലാണ്. നേരത്തെ അസുഖങ്ങളൊന്നുമില്ല. അല്ലാഹുവേ, ആ സഹോദരന് ആശ്വാസം പകരണമെന്നാഥ. അല്ലാഹുവേ, അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തു കൊടുക്കണമെന്നാഥ. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, കർമ്മനിരതമാവാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കണമെന്നാഥ. അതേപോലെ തന്നെ മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരൻ, അല്ലാഹുവേ, അദ്ദേഹത്തിന് പൂർണ്ണമായ മാനസിക ആരോഗ്യം നൽകി നീ അനുഗ്രഹിക്കണമെന്നാഥ. ആ കുടുംബത്തിന് ആശ്വാസം പകരണമെന്നാഥ. അല്ലാഹുവേ, പരാമർശിക്കാത്തതും അല്ലാത്തതുമായ എത്രയോ ആളുകളുണ്ട്, ബുദ്ധിമുട്ടുന്ന ആളുകൾ. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയായി കൊടുക്കണമെന്നാഥ. എല്ലാവരുടെയും രോഗങ്ങളെ, പ്രയാസങ്ങളെ നന്മയായി കാണാനുള്ള ഒരു മനസ്സ് അല്ലാഹു അവർക്ക് നൽകി നീ അനുഗ്രഹിക്കണേ നാഥ. അവരുടെ കുടുംബങ്ങൾക്ക് നീ സമാശ്വാസം പകരണമെന്നാഥ.
മരിച്ചുപോയ ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമായി കൊടുക്കണം അനാഥ. പടച്ചവനെ, ഒരു ദിനം ഞങ്ങളും മരിക്കും. ആ മരണം വിശ്വാസിയുടെ ആത്മാഭിമാനത്തിന്റെ ഈ ലോകത്ത് വലിയൊരു മാതൃക സൃഷ്ടിക്കുന്ന മരണമാക്കി ഞങ്ങളുടെ മരണത്തെ നീ മാറ്റി തീർക്കണം അനാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. عباد الله إن الله يأمر بالعدل الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. اللهم ارض عن الخلفاء الراشدين المهديين وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ثبت أقدامنا على القوم الكافرين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تسوي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا الذين آمنوا ربنا إنك رؤوف رحيم. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. أقم الصلاة.